ഇതാ അറിയാലോ കുഴപ്പമില്ല. ഹായ്, വില്ലേജ് വുഡ്പെക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു പുതിയ മെഷീൻ എടുത്തതാണ്. അപ്പോൾ ഒരു രസം ഒരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ അതാണ് ഒരു 250 മെഷീൻ എടുത്തതാണ്. അപ്പോൾ അതിനെ ഓപ്പൺ ചെയ്യുക, അതിൻ്റെ കുറിച്ചൊന്ന് കാണാം, എന്തൊക്കെയാണ് സാധനം ഇതിലുള്ളതെന്ന് അറിയാലോ, അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്കിത് ഓപ്പൺ ചെയ്താലോ. എൻ്റെ മുറിച്ചൊക്കെ കത്തിരുത്തുണ്ടെന്നേരം ടേബിൾ വേണ്ടിട്ടാ. Ready? It's now. Oh. ഇതെന്തോട്ടെന്ന് അറിയാം മരിച്ചോ? എന്തോട്ട് മെഷീനാ? ഏത് മെഷീൻ? ഇതെന്തിനുള്ള മെഷീനാണ്? പൊട്ടിക്കാ മരിച്ചോ? പൊട്ടിക്കട്ടെ? ഇതിലൊരു ടൂൾ കിറ്റ്, ഇതിൻ്റെ ഫയലും കാര്യങ്ങളായിട്ടൊരു പേരുന്നു. പിന്നെ വരുന്നതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടാവും. ഞാൻ ചെയ്യണവരെ എക്സ്ട്രാ പറഞ്ഞത് അതിനുള്ളത് ഇതിൽ. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കവർ 18 ഇഞ്ചിൻ്റെ നോർമൽ ബാറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നമ്മളുടെ മുതൽ പിന്നെ 2 ടൂൾ കിറ്റ് ഇതുണ്ട് കേട്ടോ. സ്ക്രൂ ഡ്രൈവർ, ഒരു സ്പാനറും ഇതിൻ്റെ. ഇതിൻ്റെ ഈ ബാക്ക് കവർ വരുന്നത് തുമ്മലാണ്. മറ്റുള്ള ചുങ്ങായിട്ട് വ്യത്യാസമുണ്ട്. നമ്മൾ ഉള്ളത് ഉപയോഗിക്കുന്നത് വെച്ച് നല്ല മാറ്റമുണ്ട്. ഇതിനിങ്ങോട്ട് തിരിച്ചെടുത്താൽ പിന്നെ ഓണിലിടാം. ഓക്കെ, ഇതിൻ്റെ ലോക്ക് വരുന്നത്, അതിൻ്റെ ഫിൽറ്റർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ, എയർ ഫിൽറ്റർ. കിട്ടൂല. ഓക്കെ, അത് നമ്മൾ ഈ 250 ഈ മെഷീൻ്റെ ഇത് വരുന്നത് CC വരുന്നത് 45.5 ഇതിൻ്റെ CC വരുന്നത്. അത്യാവശ്യം നമ്മളുടെ ഇപ്പോൾ ഈ ഒരു ചൈന മെഷീൻ നോക്കണമെങ്കിൽ ഒരു 58 ഇതൊക്കെ വരുന്നതിൻ്റെ പണീനെ അതിനൊക്കെ അത്യാവശ്യം പെർഫോമൻസ് കിട്ടും എന്നുള്ളത് നമുക്ക് കേട്ടത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് പെട്രോളിൻ്റെ മൈലേജ്. ചൈന മെഷീൻ നമ്മൾ കൂടുതലപ്പോൾ അതിൻ്റേതായ പെട്രോളിൻ്റെ അളവുകൾ അറിയുന്നുണ്ട്. മറ്റേ നമ്മളുടെ സ്റ്റീലിൻ്റെ ബാക്കിയുള്ള മെഷീൻ ഉപയോഗിക്കുമ്പോൾ അത് തന്നെ ഉപയോഗിക്കണമെങ്കിൽ പെട്രോൾ വലിയ എക്സ്പെൻസ് വരുന്നില്ല. ഈ ചൈന മെഷീൻ്റെ കംപ്ലയിൻറ്റ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കുറവില്ല. അത് ഡെയിലി ഇങ്ങനെ കംപ്ലയിൻറ്റ് പിന്നെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ആ മെഷീൻ മാറ്റലേ നിർത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പണിയുടെ ഇടയിൽ മെഷീൻ കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഒറ്റയടിക്കൊക്കെ തീരുമാനമാണ് ഇപ്പോൾ ഈ മെഷീൻ എടുക്കൽ. അങ്ങനെ ചെയ്തതാണത്. അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല എന്ന് ചോദിക്കാം. നമുക്ക് ഇനി ഉപയോഗിച്ചാലല്ലേ ബാക്കി പറയാൻ പറ്റുള്ളൂ. കേട്ടിട്ടുള്ളത് വെച്ചും കയറ്റി നമുക്കിപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള മെഷീൻ തന്നെയാണ്. പിന്നെ സ്റ്റീലിൻ്റെ കമ്പനി മെഷീനാകുമ്പോൾ അതിൻ്റേതായ കുറേ പ്രത്യേകതകളുണ്ടാവും. അതാണ്. അപ്പോൾ അങ്ങനെയാണ്. അത്യാവശ്യം ഇതിന് കൊണ്ടടക്കാനും വെയിറ്റും കുറവാണ്. ഇത് നമ്മൾ ഈ പെരിന്തൽമണ്ണയിലുള്ള SF ടൂൾസ് അവിടെ നിന്നാണ് ഇപ്പോൾ ഇത് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കാൻ മെഷീൻ എടുത്തതിൻ്റെ അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ് ഇതിനെക്കുറിച്ച് പറയാനും. ഇത് നമുക്കിനി
അത് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. സോ എളുപ്പമുണ്ടാ. ഇനി വേറെ ഒരു കാര്യമുണ്ട് നമുക്ക് ഇടയ്ക്ക് ശ്രദ്ധിക്കാനായിട്ട്. മറ്റേ മെഷീനിൽ സാധാരണ ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ പിന്ന് അഴിച്ചു കഴിഞ്ഞാൽ ലോക്ക് അഴിക്കുന്നതാണ് ഇതിൻ്റെ ബയറിങ് സെറ്റ് വരുന്നത്. ഇടയ്ക്ക് ഇതിൽ ജസ്റ്റ് ഗ്രീസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഒരു അറിവുണ്ട്. ഞാൻ ചെയ്യാറുണ്ട് സാധാരണ. നമ്മൾ ഈ 180 ആയാലും 382 ആയാലും ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കൊന്ന് അഴിച്ചും കയറ്റമൊക്കെ ഒന്ന് ഗ്രീസ് ഇട്ട് കൊടുക്കുന്നത് സെറ്റ് ചെയ്തിരിക്കാം. അഴിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പോയിൻ്റ് ഉണ്ട്, അത് മാത്രം ഒന്ന് നോക്കിയായിട്ട് അങ്ങനെ ചെയ്യണത് നല്ലതായിരിക്കും എന്നാണ് അറിവ്. ഗ്രീസ് ആണെങ്കിൽ അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ ഓയിലുണ്ടല്ലോ, ടൂട്ടി ഓയിൽ, അത് കൊടുത്താലും മതിയാവും. ചെയ്യാൻ സെറ്റ് ചെയ്താലോ. പെട്രോൾ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. കവറിട്ട് ആവുമ്പോൾ നീക്ക് പെട്രോൾ ഒഴിക്കട്ടെ. ഓയിലെടുത്ത് കുറച്ച് വെച്ചാൽ മതി. കറി സ്റ്റാർട്ടിങ്ങിൽ ഇടാനുള്ളതാണ്. പുറത്തൊന്ന് ചെയ്യാനായിട്ടൊന്ന് അടിച്ച് നോക്കണ്ടേന്ന് വെച്ചിട്ട്. മൂടിയടാ മൂടി. സ്റ്റാർട്ട് ചെയ്യാം കുറച്ചോ. പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലേറ്റ് അവിടെ ഓക്കെയാണ്. ഓയിലൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. സെറ്റാണ്. ഇനിയിപ്പോൾ അതൊന്ന് സ്റ്റാർട്ടിങ്ങിലാണ്. ഒരു കാണുന്നുണ്ടോ നോക്കിയതാ. ഇവിടെ പിടിക്കരുത്. യെസ് കാണണ്ടാ ഇല്ലേ. എന്താ പല്ലില്ലാത്ത
പല്ലില്ലാത്ത വല്യമ്മ.